നമ്മൾ പാലയിലേക്കാണ്. പാലയിൽ ഞങ്ങളുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറയുന്നു. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ്? അവിടെ റോഷി അഗസ്റ്റിൻ ഇന്നും അത് ആവർത്തിച്ചു. പാലായിൽ ആത്മവിശ്വാസത്തോടുകൂടി മത്സരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ജോസ് കെ മാണി മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ ജോസ് കെ മാണിക്ക് വലിയ നീരസമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നേതൃഗുണം ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കൂ എന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുലപ്പാലിൽ ഉപ്പുണ്ടോ എന്ന് നോക്കേണ്ടതില്ല എന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. അപ്പോൾ പാലയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് നേതാക്കളുടെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ പോകുന്നത് LDF അവിടെ ജോസ് കെ മാണിയുടെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി ഇടുക്കിയിൽ LDFന്റെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയ ഒരു കാര്യം പറഞ്ഞു. അതൊന്ന് കണ്ടുവരാം. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കാർ ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ചത് കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ മനസ്സിലാക്കാം, ജോസ് കെ മാണി മത്സരിക്കുന്ന പ്രത്യേകമായിട്ട് ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അത് സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായിൽ തന്നെ മത്സരിക്കും. അല്ല, അത് എവിടെ മത്സരിക്കണമെന്ന് എന്നോട് പറ. ഒന്ന് ജോസ് കെ മാണി മത്സരിക്കണോ ഇല്ലയോ എന്ന് പറ. അല്ല, പറഞ്ഞു അത് പറ. എന്നാൽ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ റോഷിയുടെ സ്നേഹക്കൂടുതലാണ് എന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ജോസ് കെ മാണി തള്ളിയത്. റോഷി ചോരത്തിളപ്പുള്ള നേതാവാണ്. താനടക്കം മത്സരിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് പറയുകയാണ്. വ്യക്തത വേണമെന്നുള്ളതാണ്. പക്ഷേ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു LDFന്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനാണേലും ഇപ്പം ഈ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. എന്നാൽ ഞാൻ പറഞ്ഞതാണേ. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കും എന്ന് റോഷി അഗസ്റ്റിൻ ഉറപ്പിക്കുകയാണ് വീണ്ടും. അതുകൂടി ഒന്ന് കണ്ടുവരാം. മൈക്ക് മേടിച്ചല്ലോ, ചെയർമാൻ ഞാൻ ഒരുമിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് മറുപടി പറയേണ്ടതായിട്ട് വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മൈക്ക് മേടിച്ച് പറഞ്ഞു. അത് ശരിയല്ലേ? അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മത്സരിക്കുന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ സിറ്റിംഗ് MLA മത്സരിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി. അപ്പോൾ അത് അതൊക്കെ പാർട്ടി കാര്യങ്ങൾ ശരിയല്ലേ? ഞാൻ പറഞ്ഞെന്തുവാ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. ഇനി തെറ്റുണ്ടോ? അത് ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? ചേർത്തലപ്പ് കൊണ്ട് KSC നേതാവുമായിരുന്നു. ഞാൻ തെറ്റിരിക്കുന്നത്. അല്ല, ഈ പെട്ടെന്ന് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് അങ്ങനെ പറയുന്നു. ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കളരുമല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെ അധികരിക്കാൻ പറ്റും. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കുമെന്ന് റോഷി ഉറപ്പിച്ചു പറയുമ്പോഴും ചെയർമാൻ ആ കാര്യത്തിൽ തീരുമാനം വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വീണ്ടും തിരുത്തി ജോസ് കെ മാണി. അതായത് പാർട്ടി ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് അതുകൂടി കണ്ടിട്ട് നമുക്ക് പാലയിലെ ചില കണക്കുകൾ കൂടി നോക്കാനുണ്ട്. അതന്നെ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ, പാർട്ടിയുടെ അഭിപ്രായം, എല്ലാവരുടെയും ഒരു അഭിപ്രായം അതാണ്. ആ അഭിപ്രായം പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമോ, ഞാൻ മത്സരിക്കാൻ പോവാം. എന്തായാലും പഴയ പണ്ട് കാലത്ത് തൊട്ട് നിങ്ങൾ നോക്കി, KM മാണി സാറ് ചെയർമാനായിരുന്ന ഘട്ടത്തിൽ
പാർട്ടി ഇൻട്രസ്റ്റ് ചെയ്യും, സ്റ്റേഡിയം കമ്മിറ്റി ഇൻട്രസ്റ്റ് ചെയ്യും, എന്നിട്ട് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. യെസ്, നമുക്കറിയാം പാലയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, അതിലൊന്ന് 2019 ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ശ്രീ കെ മാണിയുടെ വിയോഗത്തിന് ശേഷം നടന്ന ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. മാണി സി കാപ്പൻ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആ കണക്കിലേക്കൊന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പോകാം എന്ന് തോന്നുന്നു. പാലായിലെ ജനവിധി എപ്രകാരമായിരുന്നു എന്നുള്ളത്. അന്ന് മാണി സി കാപ്പൻ മത്സരിച്ചപ്പോൾ 54,137 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. UDF-ന്റെ സ്ഥാനാർത്ഥി അന്ന് ജോസ് ടോമിന് 51,194 വോട്ട് കിട്ടി. ഭൂരിപക്ഷം അന്ന് 2,943 മാണി സി കാപ്പൻ. 2021 വന്നപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. 2020 LDF-ലേക്ക് പോകുന്നു ജോസ് കെ മാണി, 54,000 വോട്ട്. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ വീണ്ടും പാലായിൽ വരുന്നു, 69,804 വോട്ട് നേടുന്നു. ഭൂരിപക്ഷം 3,000-ൽ നിന്ന് 15,000 മാണി സി കാപ്പൻ അവിടെ വരുന്നു. അപ്പോൾ പാലായിലെ വികസനത്തിന്റെ പേരിൽ മാണി സി കാപ്പനും ജോസ് കെ മാണിയും നേർക്കുനേർ വന്ന ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും പാലായിൽ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നതാണ് ആകെ കൺഫ്യൂഷൻ ആക്കുന്നത്. ജോസ് കെ മാണിക്ക് മുകളിൽ സൂപ്പർ ചെയർമാനായി റോഷി അഗസ്റ്റിൻ മാറിയോ? ആകെ കൺഫ്യൂഷനാണ് പാലായിലെ കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ വളരെ കൃത്യമായി അവിടുത്തെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയം ജോസി ബാബു വിശദീകരിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോഴുണ്ടാകുന്ന സംഭവങ്ങളെ അസാധാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുമ്പൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്കും വിഭജനത്തിലേക്കും പോയ ചരിത്രമാണുള്ളതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും കേരള കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സെറ്റപ്പ് വെച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നത് പാർട്ടി ചെയർമാനാണ്. അത് ജോസ് കെ മാണിക്ക് മുമ്പ് KM മാണി ഉള്ളപ്പോഴും അതിനു മുമ്പ് മറ്റ് നേതാക്കൾ ഉള്ളപ്പോഴും അതുതന്നെയായിരുന്നു കേരള കോൺഗ്രസിലെ ഒരു ചരിത്രം. അത് UDF-ലും LDF-ലാണെങ്കിലും അത്തരത്തിലാണ് കേരള കോൺഗ്രസുകളുടെ ഒരു പൊതു തീരുമാനങ്ങൾ പുറത്തു വരിക. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോസ് കെ മാണിയെ മറികടന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട ചർച്ചകൾക്കൊക്കെയും തടയിട്ടത്, അല്ലെങ്കിൽ അതിനെ LDF-ഉം CPM-ഉം തടഞ്ഞത് റോഷി അഗസ്റ്റിനെ വെച്ചാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ജോസ് കെ മാണി മുന്നണി വിടുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനെയും ഒരു വിഭാഗത്തെയും CPM അടർത്തി മാറ്റുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. അതിനൊക്കെ ഏറ്റവും ഒടുവിലാണ് മുന്നണി മാറ്റമില്ല എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നേരത്തെ പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ ജോസ് കെ മാണി ഇപ്പോൾ പാലായിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു കടുപ്പിച്ചൊരു തീരുമാനം പറയാത്തതും ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മധ്യമേഖലാ ജാഥയ്ക്കിടയിൽ ചെയർമാന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങി ഇത്തരത്തിൽ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് അസന്നിഗ്ധമായി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചത്. റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് പിന്നീട് ജോസ് കെ മാണി പറഞ്ഞത് KCIയിൽ കൂടി വളർന്നു വന്ന അത് കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥി സംഘടനാ സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചൊരു തീപ്പൊരു യൂത്ത് ഫ്രണ്ടിന്റെ നേതാവായിരുന്നു അന്ന് റോഷി അഗസ്റ്റിൻ. അത്തരത്തിൽ റോഷി അഗസ്റ്റിന് അത്തരത്തിലുള്ള ഒരു ചില ചോരത്തിളപ്പുണ്ട്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ചാടിക്കേറി പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയ മര്യാദകളൊന്നും ലംഘിച്ചിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി തന്നെ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നതെന്നാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നും ആ പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ നിലപാടും റോഷി അഗസ്റ്റിൻ ആവർത്തിക്കുന്നതിന് പിന്നാലെയാണ് ചെറിയ നീരസം വാക്കുകളിൽ ഒളിപ്പിച്ചുകൊണ്ട് ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നത്. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട്. ജോസ് കെ മാണിയെ നിഴലാക്കി റോഷി അഗസ്റ്റിൻ മുന്നിട്ട് കളിക്കുകയാണോ, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ സ്കോർ ചെയ്യുകയാണോ എന്ന തരത്തിലുള്ള തോന്നലുകൾ നേതാക്കൾക്കും അണികൾക്കും ഇടയിലുണ്ട്. ഇത് ഗൗരവ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തെ UDF പരമാവധി രാഷ്ട്രീയമായി അതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പാലായിലെ പ്രവർത്തകരെ വെയിലത്ത് നിർത്തിയാൽ 2 വാടിപ്പോകുമെന്നുള്ള കാര്യം 2 നേതാക്കൾക്കും അറിയാം. അപ്പോൾ പാലായിൽ പലവിധ അഭിപ്രായങ്ങൾക്ക് പകരം ഒറ്റ അഭിപ്രായത്തിലേക്ക് പാർട്ടി വരേണ്ട സാഹചര്യം കൂടി അവിടെ അവർ മുന്നിൽ കാണേണ്ടതുണ്ട് എന്ന് കൂടി പറയണം.